നടച്ച ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കച്ചോ. ആ ഇരിക്കെ. യോഹന്നാൻ അപ്പോ മകളുടെ മനസ്സമ്മതം അങ്ങ് നടത്താൻ തീരുമാനിച്ചു അല്ലേ? നന്നായി. അതെ അച്ചോ. എന്റെ കസിൻ സൂസന്റെ മകൻ ഈ ഡേവിസ് ആണ് എന്റെ മകള് വിവാഹം കഴിക്കാൻ പോകുന്നത്. ഡേവിസേ, ഡേവിസേ, ദൈവം രൂപകൽപ്പന ചെയ്ത ഒരു പവിത്രമായ ഉടമ്പടിയാണ് വിവാഹം. വിവാഹം മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ ദിവ്യ രൂപകൽപ്പനയാണ്. ഡേവിസിന് മാത്രം കേൾക്കാനല്ല ഞാൻ ഈ പറയുന്നത്, ഡെയ്സിയും കൂടി കേൾക്കണം. കാരണം ഈ കരാർ നടപ്പിലാക്കുന്നത് നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയാണ്. ഇതിന്റെ ഫലം അനുഭവിക്കുന്നതും നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും. അത് ദൈവകൃപയാൽ സന്തോഷം നിറഞ്ഞതാകാൻ പ്രാർത്ഥിക്കുക. കർത്താവ് കൂടെ ഉണ്ടാവും. ഫാദർ, എന്റെ ഒരു സംശയം. ചോദിക്കുന്നത് അവിവേകാണെങ്കിൽ ഫാദർ പൊറുക്കണം. മോള് ചോദിക്ക്. ദൈവം രൂപകൽപ്പന ചെയ്ത ഒരു പവിത്രമായ ഉടമ്പടിയാണ് വിവാഹം എന്ന് ഫാദർ പറഞ്ഞല്ലോ. ഇഷ്ടമില്ലാത്ത മനസ്സുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഫാദർ? ഇല്ലെന്നാ എന്റെ അറിവ്. അപ്പൊ പിന്നെ ഇങ്ങനൊരു ഉറപ്പിക്കൽ ചടങ്ങിന്റെ ആവശ്യമുണ്ടോ ഫാദർ? വിലക്കപ്പെട്ട കനിയായിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ ഫാദർ നല്ലത്? അതറിഞ്ഞുകൊണ്ട് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊടിയ പാപമല്ലേ ഫാദർ? എന്താ യോഹന്നാനെ മോളി പറഞ്ഞിട്ട് പോയത്? അച്ഛൻ തീയതി നിശ്ചയിച്ചു. അവളെ മണവാട്ടിയാക്കി കൊണ്ടു നിർത്തുന്ന കാര്യം ഞങ്ങളേറ്റു. ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തോളാം. എന്താ അഭിപ്രായം? ഇന്ന് കടയിലെ മൊത്തം കാര്യങ്ങളും ഞാൻ നോക്കാം. അയ്യോ മോനെ. അതെ, നിങ്ങൾ പെണ്ണുങ്ങൾ രണ്ടുപേരും കൂടി പോയി ശാരദാമനെ സഹായിക്കും കേട്ടാ. ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്നത് ശാരദാമയുടെ സ്പെഷ്യൽ അവില് നനച്ച് കഴിച്ചിട്ടായിരിക്കും. കുറച്ച് സാമ്പാർ വേണമായിരുന്നു. വരുന്നേട്ടാ. ആ ശാരദാമേ, അപ്പൊ അവില് നനച്ചത് കേമായിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. നിങ്ങളിങ്ങനെ വായും പൊളിച്ച് കഥ പോയി ചെല്ലേ സഹായിക്കേ. ആ അതെ വിഷ്ണുവേട്ടാ, ചായ അടിക്കാനൊക്കെ ഒരു മരുന്ന് വേണം. ഒരു ചായ അടിക്കാനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടാ. സാമ്പാർ കിട്ടിയില്ല. വരുന്നേട്ടാ, എങ്ങനെ ഇവിടെ നോക്കി നടത്തണത്? സമ്മതിക്കണട്ടാ. ഇതെന്താപ്പത്? ആ ഇപ്പൊ ആരപ്പോ ഇവിടെ കറി വെച്ചേ? ആ ശങ്കരേട്ടനല്ലേ? എല്ലാം ഇപ്പൊ ശരിയാക്കാട്ടാ. ഇതെന്താ ഈ ചെക്കന് പറ്റിയത്? പെട്ടെന്നൊരു അവല് നനച്ചതിനോട് ഇഷ്ടം വരാൻ. മോളെ, ഇന്നലെ അവിടെ ആരെങ്കിലും അവല് നനയ്ക്കുന്ന കാര്യം വല്ലതും പറഞ്ഞോ? അതൊന്നും എനിക്കറിയില്ലമ്മ. ഈയിടെയാട്ടെ വിഷ്ണുട്ടൻ ഓരോരോ ആഗ്രഹങ്ങളാ. അതെ, ചായയും ചോദിച്ചായിരുന്നു. ചായയല്ല ശങ്കരേട്ട, ഇപ്പൊ ശരിയാക്കി തരാം. കണ്ടില്ലേ, ഈ അവല് നനച്ചത് കഴിക്കാൻ വേണ്ടിയാ ഇത്രയും ദൂരം ഓടി വന്നത്. ഇനി എന്തേലും വേണമെങ്കിൽ പറഞ്ഞാ മതിയേ. അതെ, ആർക്കൊക്കെ ചായ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എടുത്തേക്കാം. ആളവിടെ ആക്റ്റീവായി. വാ, ഇനി പറഞ്ഞിട്ടുണ്ടാക്കി കൊടുത്തില്ലെന്ന് വേണ്ട. വാ. ആ ശാലിനി, നീ എന്താ നോക്കി നിക്കുന്നേ? വാ. ശാലിനി മോള് ഭാഗ്യവതിയാ. ചായക്കുള്ള പണിയൊക്കെ അറിയാവുന്ന ഒരു ഭർത്താവിനെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. ശാരദ അമ്മയും ഭാഗ്യം ചെയ്തിട്ടുള്ളതാ. 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും
മരുമകനെ കടയേൽപ്പിച്ചിട്ട് പോവാലോ. പിന്നെന്താ, ഇതൊക്കെ എനിക്ക് നിസ്സാരല്ലേ. ദേ, ചായ സ്ട്രോങ് അല്ലേ എങ്ങനെട്ടാ? ആ ദാ, ഒരു അപ്പം കൂടി എടുത്താലോ? അയ്യോ വേണ്ട മോനെ. അല്ല, ഇനി ആരെങ്കിലും ചായ വേണോ? വിഷ്ണു നേരത്തെ ഇങ്ങനെ തന്നെയാ. ഞാൻ ഉണ്ടാക്കുന്നത് എന്തോ അവന് വലിയ ഇഷ്ടമാ. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നല്. ഇതിന്റെ കാര്യം മാത്രമല്ലമ്മേ, എല്ലാ കാര്യങ്ങൾക്കും ആലോചിച്ച് നിൽക്കാതെ എടുത്തു ചാടി അങ്ങ് പുറപ്പെടും. അമ്മയ്ക്ക് കേക്കണം. ദാ, ഞാനിപ്പോ ഗുരുവായൂർ പോണോന്ന് പറഞ്ഞാ പിന്നെ ഒന്നും നോക്കില്ല. വീട്ടില് കുട്ടികൾ കാത്തിരിക്കുന്നു എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ നേരെ ഗുരുവായൂർക്ക് അങ്ങ് പോവാന്ന് പറയും. അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കുട്ടികളെ കൊണ്ട് പോവാന്നോ, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് പോവാന്നോ. അങ്ങനൊന്നും ആലോചിക്കേയില്ല. നാളെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കും, അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം ചെയ്തു തീർക്കണോന്ന്. ആ ഒരു രീതിയാ ഇപ്പൊ വിഷ്ണുവേട്ടന്. സ്നേഹ കൂടുതൽ കൊണ്ടാ മോളെ. എല്ലാരെയും സ്നേഹിക്കാനേ വിഷ്ണുവിന് അറിയൂ. നമ്മളെല്ലാരും കൂടി ഒന്നിച്ച് എവിടെയെങ്കിലും ഒക്കെ പോകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ഈ തൃപ്പങ്കോട്ട തീർത്ഥയാത്ര അവനത് സന്തോഷത്തോടെ പോവാന്ന് ഏറ്റിരിക്കുമല്ലേ. അല്ലമ്മേ, കടയിലെ കാര്യം, ചായ ചോദിച്ചവരുടെ കാര്യം എന്തായെന്ന് കടയിൽ ചെന്നാലേ അറിയാൻ പറ്റൂ. ഒരു കുഴപ്പമില്ല, അതൊക്കെ ഭംഗിയായിട്ട് അവൻ ചെയ്തൊപ്പിച്ചിട്ടുണ്ടാവും. അക്കാര്യത്തിലൊക്കെ മിടുക്കനാ.